ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പുള്ളി എവിടെയാ? അങ്ങ് ദൂരെ എവിടെയാണ്. കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനിയിപ്പോ ഉടനെ വരും. എന്താ പുള്ളിക്ക് ജോലി? ഗവൺമെന്റ് ജോലിയാ, പോലീസിലാ. അയാളുടെ വീടങ്ങ് ദൂരെയല്ലേ? പിന്നെ ഇവര് തമ്മിൽ എങ്ങനെ പരിചയത്തിലായി? അങ്ങനെ പങ്ക് കച്ചവടം ചെയ്യാൻ അയാൾക്ക് അത്ര സ്വത്തുക്കളൊക്കെ ഉണ്ടോ? അയാളെ കുറിച്ച് കൂടുതലായി ചന്ദ്രമ്മയ്ക്ക് വല്ലതും അറിയോ? ഞാൻ കൂടുതലൊന്നും അന്വേഷിക്കാൻ പോവാറില്ല. നമുക്ക് എന്ത് കാര്യം? അവരുടെ ജോലി അവര് ചെയ്യുന്നു, നമ്മുടെ ജോലി നമുക്കും ചെയ്യാം. നമ്മൾ അതിലൊന്നും ഇടപെടാൻ പോവണ്ട. ഒട്ടുമിക്ക പൂജകളും അതിന്റെ മന്ത്രങ്ങളും നിനക്ക് നന്നായിട്ട് കാണാപ്പാടമാണല്ലോ. എന്റെ വീടിനടുത്ത് ചെറിയൊരു ക്ഷേത്രമുണ്ട്. അങ്ങനെ ഓരോന്നും കണ്ടു മനസ്സിലാക്കിയതാ. ഇത് നീ എവിടെയെങ്കിലും നോക്കി വരച്ചതാണോ അതോ? ഞാൻ മറ്റൊരു വീട്ടില് ജോലിക്ക് നിന്നപ്പോ എന്നോടൊപ്പം അവിടെ ജോലിക്കുണ്ടായിരുന്ന ചേച്ചി ഒരു കഥ പറഞ്ഞു. ആ കഥയിലെ മാലയായത്. ചേച്ചി പറഞ്ഞ കഥയിലെ മാല എന്റെ മനസ്സിൽ പതിഞ്ഞു കിടപ്പുണ്ടായിരുന്നു. ഹലോ, എന്താടോ ചാടാൻ വല്ലതും പോവാണോ? ചാടിയാലോ എന്നൊരാലോചന ഇല്ലാതില്ല. പിന്നെ താൻ കൊറേ ചാടും. ഞാനിടയ്ക്കിടെ ഇവിടെ വന്ന് നീന്താറുണ്ടല്ലോ. ഇപ്പൊ കുറെ ദിവസമായി. ഇന്ന് ചാടിയാ കൊള്ളാന്നുണ്ട്. ഈ വെള്ളമില്ല സ്വിമ്മിംഗ് പൂളിൽ ചാടിയാലേ കാലൊടിയും. അതെ, താൻ ഇവിടെ ജോലിക്ക് കയറിയിട്ട് എത്ര കാലമായി? കുറെ കാലായി. ഇതുവരെ തനിക്ക് ആരും പറഞ്ഞു തരാത്തൊരു കാര്യം ഞാൻ പറഞ്ഞു തരട്ടെ. നമ്മളൊക്കെ ഇവിടുത്തെ ജോലിക്കാരാ. അപ്പോ നിക്കേണ്ടടുത്ത് നിക്കണം. സംഭവം ഈ വീട്ടിൽ എല്ലാവരും എല്ലാ സ്വാതന്ത്ര്യവും തനിക്ക് തരുന്നുണ്ട്. അത് ശരിയാ. അത് മുതലെടുക്കരുത്. ഉദാഹരണത്തിന്, താൻ ഇവിടെ നീന്താൻ ഇറങ്ങുമ്പോഴായിരിക്കും അർജുൻ സാറും വരുന്നത്. അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. ചിലപ്പോ പറയാത്തതാവും. ആര് പറഞ്ഞു ബുദ്ധിമുട്ടാവുന്ന്? ഞാനും അർജുനേട്ടനും ഒന്നിച്ച് നീന്താറുണ്ടല്ലോ. അർജുനേട്ടനോ? അർജുൻ സാറ്. അർജുൻ സാറ്. ഒന്നാമത്തെ കാര്യം, തനിക്ക് വിവരം തീരെയില്ല. അപ്പൊ പിന്നെ ഞാൻ എത്ര പറഞ്ഞിട്ടും കാര്യമില്ലല്ലോ. രമാദേവി മാഡത്തിന്റെ ഇളയ മകനെന്നും പറഞ്ഞു നടക്കുന്ന തന്നോട് ഞാൻ എന്തു പറയാനാ? അതിന് രമാ മാഡത്തിന്റെ ഇളയ മകനെ താൻ കണ്ടിട്ടുണ്ടോ? അതിന് തന്റെ രമാമയ്ക്ക് ഒരു മകനല്ലേ ഉള്ളൂ, അർജുൻ സാറ്. അല്ല, ഒരാളുകൂടിയുണ്ട്. ആളൊരു മുറ്റ. താൻ വെറുതെ പറയുന്നതാ എന്നെ കളിയാക്കാനായിട്ട്. അല്ലെന്നേ, ഇവിടെ മൊത്തം 2 ആൺമക്കളാ. ഒന്ന് അർജുൻ സാറ്, മറ്റേത് അഖിൽ സാറ്. പുള്ളി വല്ലപ്പോഴും മാത്രമേ ഇവിടെ വരാറുള്ളൂ. പക്ഷെ വന്ന അതൊരൊന്നൊന്നര വരവായിരിക്കും. പിന്നെ തന്റെ ഈ സംസാരം കൊണ്ടൊന്നും അയാളുടെ അടുത്ത് പോരുത്. വിറപ്പിച്ചു കളയും. സത്യം പറഞ്ഞ
രമാമയ്ക്ക് ഒരു അഖിൽ സാറിനെ പേടിയാ. അതെ, അമ്മയ്ക്ക് മാത്രമല്ല എല്ലാവർക്കും. കാണാൻ നല്ല സുന്ദരൻ, നല്ല സ്വഭാവം. പക്ഷേ ദേഷ്യം വന്ന പിന്നെ പിടിച്ചാ കിട്ടത്തില്ല. പുള്ളി എവിടെയാ? അങ്ങ് ദൂരെ എവിടെയാണ്. കുറെ ദിവസമായി ഇങ്ങോട്ട് വന്നിട്ട്. ഇനിയിപ്പോ ഉടനെ വരും. എന്താ പുള്ളിക്ക് ജോലി? ഗവൺമെന്റ് ജോലിയാ, പോലീസിലാ. പോലീസോ? ഈ മിസ്സിംഗ് കേസുകളാ കൂടുതൽ അന്വേഷിക്കുന്നത്. അന്ന് ഞങ്ങൾ അവാർഡ് വാങ്ങാൻ പോയില്ലേ, അവിടെ എവിടെയാണ് പുള്ളിയുടെ സ്റ്റേഷൻ എന്നാ ഇവിടുത്തെ സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞില്ലേ, ആളൊരു ഭയങ്കരനാ. 4 അല്ല 5 കൊലപാതകങ്ങൾ ചെയ്തിട്ടുണ്ട്. ആരെക്കുറിച്ചെങ്കിലും തനിക്ക് ഇഷ്ടപ്പെടാത്ത കാര്യം തോന്നിയ പിന്നെ മുട്ടിന് താഴെ വെടിവെക്കും. പുള്ളിക്കാരന്റെ ഹോബിയായി ഈ വെടിവെപ്പ്. പോലീസുകാർക്ക് പിന്നെ മുട്ടിന് താഴെ വെടിവെക്കാനുള്ള പവർ ഉണ്ടല്ലോ. എന്തെങ്കിലും സംശയം തോന്നിയ പിന്നെ അപ്പൊ വെടിവെച്ച് തൂക്കി അകത്തിടും. അതുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ അടുക്കാനൊന്നും പോകണ്ട. ഒന്ന് കരുതിയിരുന്നോ, കൊമ്പന, ഒറ്റ കൊമ്പൻ. അമ്മേ, ഒരു കുഴപ്പമുണ്ട്. ഇവിടുത്തെ മാഡത്തിനും സാറിനും അർജുൻ സാർ അല്ലാതെ ഒരു മകൻ കൂടി ഉണ്ടെന്ന് ആ ഡ്രൈവർ മഹി പറഞ്ഞതാ. പ്രശ്നം അതല്ലമ്മേ, അയാളൊരു പോലീസുകാരനാ. അയാളിപ്പോ ഉള്ളത് നമ്മുടെ നാട്ടിലെ സ്റ്റേഷനിലാ. മഹി പറഞ്ഞത് വെച്ച് നോക്കുമ്പോ അയാൾ ഒരു ഗുണ്ടയാ, കാക്കിയിട്ട് ഗുണ്ട. അയാൾ ഉടനെ ഇവിടേക്ക് വരുമെന്നാ പറയുന്നത്. നമ്മുടെ നാട്ടിലെ സ്റ്റേഷനില് നമ്മുടെ പേരിൽ കേസൊക്കെ ഉള്ളതല്ലേ, ഫോട്ടോയും കാണും. അങ്ങനെ അയാൾ നമ്മളെ തിരിച്ചറിയും. പിന്നെ എന്താ നടക്കാന്ന് ഞാൻ പറയണ്ടല്ലോ. നരേന്ദ്രൻ വല്ലപ്പോഴും വന്ന് പോകുന്നത് കൊണ്ട് കുറച്ചു നേരം കണ്ണിപ്പെടാതെ നോക്കിയാ മതി. അതുപോലെ അല്ല ഇത്, നമ്മൾ ശരിക്കും കുടുങ്ങും. നമുക്ക് ഇന്ന് തന്നെ ഇവിടുന്ന് പോയാലോ? അയാള് എപ്പോഴെവിടേക്ക് വരുന്നതെന്ന് അറിയില്ല. ഇനി ഇവിടെ നിൽക്കുന്നത് ബുദ്ധിയല്ല. എങ്ങോട്ട് പോണമെന്ന് എനിക്കും അറിയില്ലമ്മേ, പക്ഷെ പോണം.